ഓണം എക്സാം ആൻസർ പേപ്പർ കിട്ടിയോ? ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആൻസർ പേപ്പറാണ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിന് കൂടെ നിങ്ങൾ എനിക്ക് 2-3 കാര്യങ്ങൾ മെസ്സേജ് അയക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഓണം എക്സാമിന് കിട്ടിയ മാർക്ക് എത്ര, ഏതൊക്കെ സബ്ജക്റ്റിലാണ് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയത്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ കുറഞ്ഞ മാർക്ക് കിട്ടിയത്, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആൻസർ പേപ്പർ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവാം. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ അതിന് 2 മാർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക. ചില നിങ്ങൾ 6 മാർക്ക് പ്രതീക്ഷിച്ചപ്പോൾ 3 മാർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ചില സബ്ജക്റ്റിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ഉണ്ടാവും, ചില സബ്ജക്റ്റിൽ നിങ്ങൾക്ക് D+ ഗ്രേഡ് ആവും, ചിലപ്പോൾ 80-ൽ 40 മാർക്ക്, 40-20 മാർക്ക്, ഇങ്ങനെ 3 രീതിയിൽ മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടിയ A+ കിട്ടിയ സബ്ജക്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസി സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതേപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് D+ ആയിരിക്കും, 80-ൽ 10 മാർക്കോ അല്ലെങ്കിൽ 40-ൽ 5 മാർക്കോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ സമയം മാറ്റി വെക്കണം. കൂടുതൽ സമയം അത്തരം മാർക്ക് കിട്ടിയ സബ്ജക്റ്റിനായിട്ട് മാറ്റി വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൽ ആ സബ്ജക്റ്റ് ഉഷാറാക്കാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു കാറ്റഗറി സബ്ജക്റ്റ് ഉണ്ട്, പകുതി മാർക്ക് കിട്ടിയ സബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾ ഇടുന്ന എഫേർട്ടിനേക്കാളും കുറച്ചധികം എഫേർട്ട് ആ സബ്ജക്റ്റിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് തന്നെ നേടാൻ സാധിക്കുന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ മെസ്സേജ് അയക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ ഒരു ആൻസർ പേപ്പർ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൻസർ പേപ്പർ കണ്ടപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് എന്താണ് പറഞ്ഞത്, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. ഓണം എക്സാം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും നിങ്ങളുടെ എഫേർട്ടിൻ്റെയും ഫലമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്തായാലും ഈ ഓണം എക്സാമിന് വന്നിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് മികച്ച രീതിയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൽ പഠിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.